എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ഇത് കുക്കറി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം ഇവയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചിക്കൻ സ്റ്റൂ. നല്ല ടേസ്റ്റോടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ചിക്കൻ സ്റ്റൂ എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി 3 വലിയ സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ 4 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് എടുക്കാം. 6-7 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും വലിപ്പമുള്ളത് മതി കേട്ടോ. ഒരു വലിയ ക്യാരറ്റും ഞാൻ ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. സവാള ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ചീകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് 2ആയിട്ട് പിളർന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾ എടുക്കുക. കുരുമുളക് പൊടി, പച്ചമുളക് മാത്രമേ എരിവിനായിട്ട് നമ്മൾ ഇടുന്നുള്ളൂ. കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 3 ഏലയ്ക്ക ഇതൊന്നും പൊട്ടിച്ചെടുത്തതും 3 ഗ്രാമ്പും ചെറിയ 2 പട്ട ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തതാണ്. അതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതുണ്ടല്ലോ ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരണം, അത്ര മാത്രം മതി. ഇങ്ങനെ ആയി വരുന്ന സമയമാകുമ്പം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ആ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ചിക്കൻ്റെ ഈ കളറൊക്കെ ഒന്ന് മാറി ഒരു വെള്ള കളറായി വരണം. അതുവരെ നമുക്ക് ചിക്കനൊന്ന് ഇളക്കിയെടുക്കാം. ഇതുവരെ ഞാൻ ചെയ്തെടുത്തതെല്ലാം തീ മീഡിയത്തിലിട്ട് കൊടുത്താണ് കേട്ടോ. ചിക്കൻ്റെ കളറൊക്കെ മാറി വെള്ള കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ കുറച്ച് വെക്കാം. ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊരു പച്ച സ്മെല്ല് മാറുന്നവരെ നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക. ചിലരാണെങ്കിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ സ്റ്റൂവിന് ഇട്ട് കൊടുക്കത്തില്ല. ചിക്കൻ സ്റ്റൂ വെള്ള കളറിൽ തന്നെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളത് എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് മുറിച്ച് വെച്ചതുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതങ്ങ് ഇട്ട് കൊടുത്ത് ഇതിനെയും കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചിക്കനും മസാലയുമായിട്ട് നല്ലതായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ചിക്കനും മസാലയായിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനെ അടച്ചു വെച്ച് 1 വിസിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുക്കർ നമുക്ക് അടച്ചു വെക്കാം. ഒറ്റ വിസിൽ മാത്രമേ വരുത്തിച്ചെടുക്കാവൂ, അതല്ലെങ്കിൽ ചിക്കൻ അങ്ങ് അലന്ന് പോകും കേട്ടോ. കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചിക്കന്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റൊക്കെ നല്ല രീതിയിലൂടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം. വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിൽ ഇളക്കി മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനതൊരു വേറെ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റുകയാണ്. ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ ഇത്രയും തന്നെ ഗ്രേവി ഉണ്ട്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം, തിളപ്പിച്ച വെള്ളമാണ്, കുക്കർ കഴുകിയെടുത്തതാണ്. അത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് എത്രമാത്രം ചിക്കൻ സ്റ്റൂവിന് ഗ്രേവി വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് നോക്കാമേ. നിങ്ങൾക്കിപ്പോൾ ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും പൊടിഞ്ഞു പോകാതാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ വിസിൽ മാത്രമേ ചിക്കൻ അടുപ്പിച്ചെടുക്കാവേ. ഉരുളക്കിഴങ്ങ് കുറച്ച് നമുക്കങ്ങ് പൊടിച്ചിട്ട് കൊടുക്കണം. ഒരു തടിത്തവി എടുക്കുക. പാത്രത്തിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ എങ്ങനെ തെന്നി പോകുമായിരുന്നേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് പാത്രത്തിൽ വെച്ച് ഞാൻ പൊടിച്ചിട്ട് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പൊടിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഗ്രേവി നല്ലതായിട്ട് കുറുകയും ചെയ്യും. അതുപോലെ ചിക്കൻ സ്റ്റൂവിന് പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. എരിവ് നോക്കിയപ്പോൾ എരിവ് കുറവായിരുന്നേ, അതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. നിങ്ങൾ എരിവ് നോക്കിയിട്ട് മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിൽ ഉപ്പും കുറവായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം വറുത്ത് പൊടിക്കരുത്, പെരുംജീരകം അങ്ങനെ തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് 1/2 ടീസ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. കറി നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ.
10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കറി തുറന്ന് നോക്കാം. കറി ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇളക്കി നോക്കാം. കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില അങ്ങിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ തേങ്ങാപ്പാൽ മേടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 400 ml പാലാണ് ഞാൻ മേടിച്ചത്. അതിൽ നിന്നൊരു 1/4 കപ്പ് പാലെടുത്തിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് 1 കപ്പാക്കി. അങ്ങനെയാണ് 2-ാം പാലായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ബാക്കി 3/4 കപ്പുണ്ട്. അത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീ ഫുള്ള് കുറച്ച് വെച്ചിരുന്നു. ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യാം. 1-ാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ നോക്കുക, ഉപ്പ് കുറവുണ്ട് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ഗരം മസാലയുടെ ഒക്കെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അത് ശകലം ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ ചിക്കൻ സ്റ്റൂ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ്. ഒരു സെർവിങ് ബൗളിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചാറൊക്കെ കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി ചിക്കൻ സ്റ്റൂ ആണിത്. അപ്പം നിങ്ങൾ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.